എല്ലാവർക്കും ക്യൂസ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പബ്ലിക് ദിന ക്വിസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി നിയമിതനായത് ആര്? മൗണ്ട് ബാറ്റൺ. മൗണ്ട് ബാറ്റൺ 1948 ജൂണിൽ ഇന്ത്യ വിട്ടതിനു ശേഷം ഗവർണർ ജനറൽ പദവി അലങ്കരിച്ചത് ആര്? സി രാജഗോപാലാചാരി. എന്നു മുതലാണ് ഗവർണർ ജനറൽ പദവി ഇല്ലാതായത്? 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്ര. ഇന്ത്യക്ക് പുറത്തു വച്ച് മരണമടഞ്ഞ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി? പോറ്റി ശ്രീരാമലു. നിരാഹാര സമരം നടത്തി എത്രാമത്തെ ദിവസം പോറ്റി ശ്രീരാമലു മരണപ്പെട്ടു? 58ാമത്തെ ദിവസം. രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? BR അംബേദ്കർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി രൂപീകരിച്ച സംസ്ഥാനം? ആന്ധ്ര. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 3:2. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെ? കർണാടകയിലെ ഹുബ്ലിയിൽ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് എന്ന്? 1906 ഓഗസ്റ്റ് 7. എവിടെ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത്? കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ.
ഏത് തുണി കൊണ്ടാണ് ദേശീയ പതാക നിർമ്മിക്കേണ്ടത്? ഇതിന് ഉത്തരം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.